ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. സിനിമാ പാട്ടിൽ ഇടുക്കിയെ കുറിച്ച് പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിരെങ്ങനെ അടിച്ചുയരും. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ഇടുക്കിയുടെ ഗ്രാമങ്ങളും മനോഹരമായ പശ്ചാത്തലവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് പണ്ട് കാലം മുതലേ നമ്മുടെ മലയാള സിനിമയിലെ പ്രധാന ലൊക്കേഷനായ ഇടുക്കിയിലെ പീരുമേട്ടിലെ തേയിലത്തോട്ടങ്ങളും അവിടുത്തെ കാഴ്ചകളുമെല്ലാം. തേയിലത്തോട്ടങ്ങളുടെ അടുക്കും ചിട്ടയുമായുള്ള ആ ഒരു നിരനിരയായി നിൽക്കുന്ന ആ കാഴ്ച തന്നെ നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കും. പച്ചപ്പ് കൊണ്ട് കണ്ണു കുളിരും, ഹൃദയം നിറയും. ഞങ്ങളിങ്ങനെ വളഞ്ഞെങ്ങാനവും പരുന്തുംപാറയും ഒക്കെ സഞ്ചരിച്ച് സത്രം എയർ സ്ട്രിപ്പിലേക്കാണ്. നിങ്ങൾക്കറിയാം, ശരുമലയിലെ വടശ്ശേരിയിലെ സത്രം വ്യൂ പോയിന്റ്. വിമാനത്താവളമൊക്കെ വരുവാനായിട്ട് എയർ സ്ട്രിപ്പ് ഒക്കെ പണിഞ്ഞു. ഫസ്റ്റ് വിമാനമൊക്കെ ഇറങ്ങിയ സ്ഥലമാണ്. പക്ഷെ അവിടുത്തെ വ്യൂ പോയിന്റ് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏതായാലും ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കൂടി പോകുമ്പോൾ ദൂരെ മലകളിൽ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു കാഴ്ച, എങ്ങും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണ്. ഇപ്പോൾ നല്ല മഴക്കാലമായതിനാൽ നല്ല ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മുടെ യാത്ര. സുഖകരമായ കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. ഇരുചക്ര വാഹനത്തിലാണെങ്കിൽ പറയുകയും വേണ്ട. ഏതായാലും ഞങ്ങൾ മലകളും കുന്നുകളും ഒക്കെ ഇറങ്ങിയും കയറിയും മനോഹരമായ ഇടുക്കിയുടെ എല്ലാ ഭാഗത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് തേയിലത്തോട്ടത്തിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആ തേയിലത്തോട്ടത്തിന്റെ നടുവിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സത്രം വ്യൂ പോയിന്റ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെയും മനോഹരമായ കാഴ്ചകളാണ്. ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ഇടുക്കി നമുക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. ഇടുക്കിയിൽ പോയാൽ ഒരുപാട് ദിവസങ്ങൾ തങ്ങിയാൽ മാത്രമേ ഇടുക്കിയുടെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കണ്ടുവരാൻ കഴിയും. വെക്കേഷൻ ആയതിനാൽ തിരക്കൊക്കെ ആയിരുന്നു. ഇനി മഴക്കാലമായതിനാൽ ഇടുക്കിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കുറച്ച് ദിവസം അടച്ചിടും. വലിയ മഴയത്ത് മലയോര മേഖലയായതുകൊണ്ട് കടന്നെല്ലാം പറ്റാത്ത സ്ഥലങ്ങളൊക്കെയാണ്. എങ്കിലും ഇടുക്കിയുടെ സൗന്ദര്യം മഴയായാലും മഞ്ഞായാലും വെയിലായാലും അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണല്ലോ പീരുമേടും ഒക്കെ കാണുന്ന കാഴ്ചകൾ. തേയില നുള്ളുന്ന, കൊളുന്തു നുള്ളുന്ന ഒരുപാട് തൊഴിലാളികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ എങ്ങും ഇറങ്ങിയില്ല. ഈ കാഴ്ചകൾ കണ്ട് കണ്ട് ഇങ്ങനെ പോവുകയാണ്. ചെറിയ ഔട്ട്ലെറ്റുകൾ, അതായത് തേയിലകൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകളും ചെറിയ ടീ ഫാക്ടറിയുടെ പ്രോസസ്സിംഗ് യൂണിറ്റുകളും ഒക്കെ കാണാം. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദും കൂടുമെന്നാണല്ലോ പരസ്യത്തിൽ പറയുന്നത്. ഏതായാലും ഇവിടെ എത്തിയാൽ നല്ല ഇലത്തയിലേക്ക് ഇട്ട് നല്ല സ്വാദിഷ്ടമായ ചായ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കുടിക്കാൻ പറ്റും. ഇടുക്കിയിൽ വന്നാൽ തേയിലച്ചായയുടെ രുചി നമ്മുടെ നാവിൽ നിന്നും പോവുകയേയില്ല. ഏതായാലും ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താം.